ചായ. കുട്ടികളെയൊന്നും കണ്ടില്ലല്ലോ. അവരൊക്കെ നാളെ വരും. അവരൊക്കെ എത്തൂല്ലോ അല്ലേ? തട്ടി വീഴിക്കില്ലേ മക്കളെ? മധുരം ഇല്ലാത്തത് മതി. ഇത് മധുരം ഇല്ലാത്തതാ. ഓ അതെ, നീ വേഗം അടുക്കളയിലോട്ട് ചെന്നേ. അവിടെ ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഈ ചായ പറയണ്ട. ഇപ്പോഴാണോ വരുന്നേ? അകത്തൊട്ടിയില്ല. ശരി. അല്ല, നീ കല്യാണത്തിന് വരില്ലേ? ശ്രീധരനാ? ശ്രീധരൻ. ഞാനകത്തൊട്ടിയില്ലട്ടെ. ആര്? മനുവോ? അവന്റെ കാര്യമൊന്നും പറയണ്ട. അവന് നാളെ കല്യാണാണെന്നുള്ള ബോധമൊന്നുമില്ല. കിടക്കേന്ന് എണീറ്റിട്ടില്ല. മനു, മനു, ഈ ചെക്കനിത് എവിടെ പോയി കിടക്കുക? മനു, പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ രണ്ടുപേരും എന്നോട് പൊറുക്കണം. എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ ഒളിച്ചോട്ടം. ഈ ഒളിച്ചോട്ടത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് എന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ വേറെ വഴിയില്ല എനിക്ക്. എന്നെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. എൻ്റെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് എനിക്ക് ബോധ്യമാകുമ്പോൾ ഞാൻ തിരിച്ചു വരും. എന്ന് നിന്റെ സ്വന്തം അനുമൂഞ്ചി. മനമൂഞ്ചി അല്ലളിയാ. ആരാടാ ഇത്? അറിയില്ല സാറേ. പിന്നെ നീ എന്തുണ്ടാക്കരുതാണ് അവിടെ? എനിക്ക് ഇവനെ കിട്ടണം. ഓ, കാശ് വാങ്ങുമായിരുന്നു, കാശ് കൊടുക്കായിരുന്നു. പക്ഷെ അവക്ക് ഇവനില്ല ഇഷ്ടം. നിങ്ങൾക്കാർക്കും ഒരു പരിഹാരം പറയാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു വഴി പറയാം. നീ വഴി പറ. രാജ്, ശോഭരാജ്. എന്താ പ്രശ്നം? ഞങ്ങള് വലിയൊരു പ്രശ്നത്തിലാ സാറേ. ഇനി സാറിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ? അതെ. പ്രശ്നം എത്ര വലുതായാലും ശോഭരാജിന് പുല്ല. പക്ഷെ പ്രശ്നം വലുതാവും തോറും റേറ്റും കൂടും. അത് ഞാൻ കുഴപ്പമില്ല സാറേ. എനിക്ക് ഒട്ടും കുഴപ്പമില്ല. എങ്കിൽ കാര്യം പറ. അത് പിന്നെ എന്താ? അത് പിന്നെ സാറേ. എന്താടാ, പ്രശ്നമൊന്നുമില്ലേ? പ്രശ്നമുണ്ട് സാറേ, ഞാൻ പറയാം സാറേ. എങ്കിൽ പറയടാ. അത് പിന്നെ സാറേ, ഒന്ന് കൂട്ടിക്കൊടുത്തതാ. ഞാൻ ആരാണെന്നറിയോടാ? നീയൊക്കെ കൂട്ടിക്കൊടുത്ത കേസ് ഒതുക്കി തീർക്കാനാണോടാ ഞാനിവിടെ ഇരിക്കുന്നത്? ഞാൻ എന്താടാ മാമനാന്ന് വിചാരിച്ചോ? അയ്യോ സാറേ, ഞാൻ അറിഞ്ഞുകൊണ്ട് കൂട്ടിക്കൊടുത്തല്ലേ സാറേ. പിന്നെ ഒരു കൂട്ടുകാരന് വേണ്ടി കൂട്ടിക്കൊടുത്ത കഥയാണ് സാറേ. കൂട്ടുകാരന് വേണ്ടി? അത് വലിയ കഥയാണ് സാറേ. എന്തായാലും കൂട്ടിക്കൊടുത്ത കഥയല്ലേ? അതൊരു കഥയാണ് സാറേ. അതെ സാറേ, സൗഹൃദത്തിന്റെ കഥ, കരളലിയിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ കഥ. സാറിനത് കേട്ടാലേ മനസ്സിലാവും. അണ്ണാ, ഒരു മിനിറ്റ്. ആ ഇമ്രാന്റെ ഒരു പണി പുറത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. 1-2 മണിക്കൂർ എണ്ണ അഡ്ജസ്റ്റ് ചെയ്യണം. അതുവരെ ഞാൻ അവിടെ പോയി കുത്തിയിരിക്കൂടാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നീ പോ. ഒന്നും ചെയ്യരുത്. നിന്റെ കഥ
വലിയ കഥ എന്നല്ലേ പറഞ്ഞത്? അത് സാറേ. ഒരു 2 മണിക്കൂറിൽ തീരുവോ? ഇതെന്താടാ സിനിമ കഥ? മിണ്ടല്ലേ. തീരുവോന്ന്? വരും സാറേ. ആ എങ്കി പറ. കഥയിൽ കള്ളം പാടില്ല, തെറ്റാതെ പറയണം. ഇതാണ് ദേവസഹായം ലോഡ്ജ്. ഇതെന്റെ ഇളയപ്പന്റെ ലോഡ്ജാണ്. ഈ ലോഡ്ജിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, പോലീസ് ഒരു പ്രാവശ്യം പോലും റെയ്ഡിന് വരാത്ത സിറ്റിയിലെ ഏക ലോഡ്ജാണിത്. അതിന് ഒരു കാരണവുമുണ്ട്. കർത്താവേ, ഇന്ന് ആരെങ്കിലും 10 പേര് തരണേ, അല്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോവും. ഞാൻ വേറെ നീ എന്തോടെ രാവിലെ തന്നെ പതിവില്ലാതെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും പോകണ്ട? എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്. നിങ്ങളോട് എത്ര തവണ പറഞ്ഞ ഓടന്ന് മാറ്റാൻ? ഇന്നലെ പെയ്ത മഴ മൊത്തം എന്റെ മേത്താ. അങ്ങനെയെങ്കിലും നീ ഒന്ന് കുളിച്ചല്ലോടാ സുമേഷേ. സുമേഷ് അല്ല, സുസ്മേഷ്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഓടല്ലേ? നീ നോക്കിയോ, ഇന്ന് നല്ലൊരു കോൾ ഇവിടെ തടയാതിരിക്കില്ല. അപ്പൊ നമുക്ക് ഓടും മാറ്റാം, വൈഫൈ ശരിയാക്കാം. ശരിയാക്കിയാ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലേ പെട്ടിയും കിടക്കെടുത്ത് ഞാനങ്ങ് പോകും. ഓ, കൃത്യമായി വാടക തരുന്നതിന്റെയൊക്കെ അഹങ്കാരവേ തെണ്ടിയൊക്കെ. ചേട്ടാ. എന്തോ എന്താ ചേട്ടാ, റൂമുണ്ടോ? ഉണ്ടല്ലോ. കൂടെ ആരാ? കൂടുള്ള ആരാലെന്താ? തനിക്ക് ആശ കിട്ടിയാ പോരെ? കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോടൊന്ന് സംസാരിക്കാം. അറിയിച്ചിട്ടുണ്ട്. ആരെ? ഈ കണ്ടതാണ് നല്ലവനായ സർവോപരി നാറിയായ എൻ്റെ ഇളയപ്പൻ പറഞ്ഞത്. ഈ ദരിദ്രവാസിയെ ഏണിവെച്ചു ചുറ്റുന്ന ചില പരമനാറികളുണ്ട് ഇവിടെ. ആ പറഞ്ഞ വ്യക്തികൾ ഞങ്ങളാണ് സർ. ഞാൻ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ഷിബു. ഇത് പ്രൊഫഷണൽ അല്ലാത്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ബാലു. ഹലോ. സംഭവം കൊള്ളാം, പക്ഷെ കല്യാണ വീഡിയോ തകർക്കണം. പിന്നെ ബാഹുബലിയെ തകർക്കണം. അല്ല, അതാരാ? മുതലാളി ആയിരിക്കും അല്ലേ? ഇവനാ? ഇവൻ വെറും ലൈറ്റ് ബോയ്. പന്തി, എല്ലായിടത്തും ഇതാണല്ലോ നിന്റെ പണി. വൈകുന്നേരം കാശിന് വാട്ടാ. അതെ, ആ കുട്ടീനെ ഒരു സഹോദരിയായിട്ട് കണ്ടാ മതി കേട്ടാ. അങ്ങനെ നീ കണ്ടാ മതി. കാണിച്ചോ അണ്ണാ. എന്തെങ്കിലും കഴിക്കാം. അതല്ല അണ്ണ, എന്താ ആ കുട്ടിയില്ലേ, അവളെന്റെ ലൈനാ. എങ്ങനെ? പുറകെ തെണ്ടി നടക്കുന്നുണ്ട്. എവിടെ ചെന്നാലും ഇതാണല്ലോ ഈശ്വരാവസ്ഥ. അന്ന് മുതൽ ഊണും ഉറക്കവും ഒന്നുമില്ല ഞാൻ അവളുടെ പുറകെ. അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് അണ്ണൻ അവളെ ഒരു പെങ്ങളായിട്ട് കാണണം പ്ലീസ്. അത് തന്നെ ഞാൻ നിന്നോടും പറഞ്ഞു, നീ അവളെ സഹോദരിയായിട്ട് കാണാൻ. എന്നുവെച്ചാ ഇതിന് ഷുഗർ ഉണ്ടോ? പിന്നെ ഷുഗർ 400 ആണോ?